LKG to 10th വരെ ഒരുമിച്ച് പഠിച്ചതാ. തീരെ ഇമാജിൻ ചെയ്യാത്ത 2 കപ്പിൾസ് ആയിരുന്നു അത്. അവര് സ്കൂൾ ടൈമിൽ സംസാരിച്ചിട്ട് പോലും നമ്മൾ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ സ്കൂളിൽ കുറച്ചൊരു കളിയാക്കലും അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുന്നൊരു കപ്പില്ല, അതുപോലെയല്ല. നമ്മളത് കാണുമ്പോൾ നമ്മളിങ്ങനെ അവർ രണ്ടാളും കല്യാണം കഴിച്ചല്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോനു എന്താണ് ചെറുപ്പത്തിലെ ഭയങ്കര കുസൃതി പിടിച്ചൊരു മോനായിരുന്നു. 2ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണൂർ വരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ ഐശ്വര്യയും മോനും തമ്മിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പം അങ്ങനെ കാലങ്ങളോളം കഴിഞ്ഞ് പിന്നെ ഇവരിപ്പോൾ 10ാം ക്ലാസ് വരെ ഇങ്ങനെ ഒരുമിച്ച് പഠിച്ചു. അത് കഴിഞ്ഞാണ് ഫ്രണ്ട്സായി, പിന്നെ റീയൂണിയനൊക്കെ അങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 6 വർഷം കൊണ്ട് അവർ നല്ല പരിചയത്തിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ലൊരു അഭിമാനം തന്നെയാണ്. കാരണം അവൻ്റെ സെലക്ഷനൊന്നും തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ മോളുടെ കല്യാണം. ഐശുവിന് പറ്റിയ ആളെ തന്നെയാണ് ഐശുവിന് കിട്ടിയിട്ടുള്ളത്. സോനുവിനും എനിക്ക് ഐശുമോക്കും എല്ലാ മംഗള ആശംസകളും നേരുന്നു. സോനു എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടാണെങ്കിലും ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ്. ശരിക്കും ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ തമ്മിൽ കുറച്ച് നല്ല കമ്പനിയായി വന്നത്. പിന്നെ ഒരു ബ്രദർ എന്ന് തന്നെ പറയാം. അപ്പം കല്യാണമായി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവർ എന്തായാലും നമുക്ക് ഓൾറെഡി അറിയാം, എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ച ആൾക്കാരാണ്. ഇവരെന്തായാലും ലാസ്റ്റ് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും അവർക്ക് എന്താ പറയുക, നല്ലൊരു മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നു. പപ്പ ഇല്ലാത്തൊരു വിഷമമുണ്ട്. പിന്നെ പപ്പ ഒത്തിരി ആഗ്രഹിച്ചാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി. എന്നാലും പപ്പയുടെ ആത്മാവ് എന്തായാലും ഇതെല്ലാം കാണുന്നുണ്ടാവും. അത് തന്നെയാണ് ഇന്ന് ഞങ്ങളുടെ വിശ്വാസവും. ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മോൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്.